ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് നല്ലൊരു ബീഫ് കുറുമയുടെ റെസിപ്പിയാണ്. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ വളരെ ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇടിയപ്പം, ചപ്പാത്തി, പുട്ട്, നെയ്ച്ചോറ് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ബീഫ് കുറുമ. ഈ ബീഫ് കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കുറച്ച് എല്ലും നല്ല നെയ്യും ഒക്കെ കൂടെയുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യേണ്ടത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ചെറിയ തരിയുള്ള കുരുമുളക് പൊടിയും, ഒരു 2-3 തണ്ട് കറിവേപ്പിലയും, 1 ടീസ്പൂൺ ഉപ്പും, ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ നല്ല പാകമാകുന്നത് വരെയൊന്നും കുക്ക് ചെയ്തെടുക്കണേ. ചില ബീഫൊക്കെ ഒരു 4-5 വിസിൽ കൊണ്ടാകും. ചിലപ്പോൾ ഒരുപാട് മൂത്ത ബീഫാണെങ്കിൽ 6-7 വിസിൽ വരെ ചിലപ്പോൾ വേണ്ടി വരുവേ. ഇപ്പോൾ ഇതേ വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് ഒരു 5 വിസിലായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കറക്റ്റായിട്ട് ഈ ബീഫ് വെന്ത് കിട്ടിയായിരുന്നേ. ഇപ്പോൾ ഇതേ പ്രഷർ കുക്കർ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി ബീഫും കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിന് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കാമേ. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ പെരിജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഫെനൽ സീഡ്സ്. ഇത് ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴേക്കും അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള സവാളയുള്ളി കനം കുറച്ച് അരിഞ്ഞതാണേ. ഉള്ളിയുടെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് 2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും, ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റുമാണ്. പേസ്റ്റായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് ചതച്ചെടുത്താലും മതി. പിന്നെ ഈ വെളുത്തുള്ളിയാണെങ്കിലും ഇഞ്ചിയാണെന്നുണ്ടെങ്കിലും കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇത് ഒരുമാതിരി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു 10-20 പീസ്, അതായത് 10 മുഴുവനെയുള്ള കാഷ്യൂ നട്ട്സ് ആണെന്നുണ്ടെങ്കിൽ 10 എണ്ണം, അല്ലെങ്കിൽ ഒരു 20 കഷ്ണം കാഷ്യൂ നട്ട്സ് വെള്ളത്തിലിട്ടിട്ടുണ്ടേ ഒന്ന് കുതിർക്കാനായിട്ട്. ഇപ്പം അതിലോട്ട് ചേർത്ത് കൊടുത്തത് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണേ. നിങ്ങൾക്ക് ടീസ്പൂണും ടേബിൾ സ്പൂണും തെറ്റിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 2.5 ടീസ്പൂണാണ് ഒരു ടേബിൾ സ്പൂണ്. ഈ പൊടികൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണമെന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചവയൊന്ന് മാറ്റിയെടുക്കണേ. ഇതിനകത്ത് കാഷ്യൂ നട്ട്സ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണമെന്ന് പറഞ്ഞല്ലോ. കുതിർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്തോട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റുമ്പം തന്നെ അതങ്ങ് വെന്തോളും. എന്നിട്ട് അത് തണുത്തിട്ട് വേണം നമുക്ക് അരയ്ക്കാനെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ ശരിക്കും ഒരു 30 കഷ്ണത്തോളം കാഷ്യൂ നട്ട്സ് ചേർത്തിട്ടുണ്ട്. ഞാൻ കുറേ കൂടെ നല്ലൊരു ടേസ്റ്റും കുറേ കൂടെ നന്നായിട്ട് ഒന്ന് കുറുകിയും കിട്ടാനായിട്ട് കുറച്ച് കൂടുതൽ ചേർത്തു എന്നുള്ളതേ ഉള്ളേ. നമ്മുടെ കാഷ്യൂ നട്ട്സും അരപ്പും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, ഇതിനകത്ത് ചേർക്കുന്ന കുരുമുളക് പൊടി തീരെ അങ്ങ് പൊടിയായിപ്പോയതല്ല, ചെറിയ തരിയായിട്ട് പൊടിച്ച് കുരുമുളക് പൊടിയാണ് നല്ലത് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി അത് തണുക്കാനായിട്ട് വെക്കണേ. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആവണേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാൻ ഒഴിച്ചിരിക്കുന്നത് 1/2 കപ്പ് വെള്ളമാണേ. അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് 4 സാമാന്യം എരിവുള്ള പച്ചമുളക്. അതിലോട്ടിട്ട് ഒന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. കറിവേപ്പിലയും പച്ചമുളകും ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴേക്കും അതിനകത്തൊന്നങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഓയിലിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കാഷ്യൂ നട്ട്സ് എല്ലാം കൂടെ അത് ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ മിക്സി ജാറിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അരപ്പാണെന്നുണ്ടെങ്കിലും വളരെ കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബീഫ് അതിലുള്ള വെള്ളത്തോടു കൂടി തന്നെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ആ അരപ്പൊന്നും നമ്മളുടെ ആ ഒരു ബീഫിൻ്റെ പീസസിലോട്ട് നന്നായിട്ട് പിടിക്കത്തില്ല. ഇങ്ങനെ ബീഫ് ഇട്ട ശേഷം ഒരു 4-5 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കണേ. പിന്നെ ബീഫ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിനകത്ത് ഒട്ടും വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം
തിളപ്പിച്ചൊഴിക്കുകയേ ചെയ്യാവുള്ളേ, അല്ലാതെ സാധാരണ പച്ചവെള്ളം ഒഴിക്കല്ലേ. ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പം ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇപ്പം ഇതേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരിച്ചിരി നന്നായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ വല്ലാതെ അങ്ങ് വറ്റിക്കരുത്, കുറച്ച് ഗ്രേവി ഇട്ടേക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ചൊഴിച്ചാൽ മതി. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ചേർത്ത് കൊടുത്തത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലയും ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറുമ റെഡി. ഇപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള പച്ചമുളകും കറിവേപ്പിലയും കൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാന്തരം ബീഫ് കുറുമ റെഡി. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. ബീഫ് കുറുമ ബീഫായാലും മട്ടണായാലും മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ ആർക്കായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്